ഒമാൻ തീരത്ത് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് കപ്പൽ ജീവനക്കാരനായ കോഴിക്കോട് കോനാട് സ്വദേശി പ്രവീൺ. ഇന്നലെ നാട്ടിൽ തിരിച്ചെത്തിയ പ്രവീണിന് ആക്രമണത്തിൽ കൂടെയുണ്ടായ സഹപ്രവർത്തകൻ കൊല്ലപ്പെട്ടതിന്റെ നടുക്കം വിട്ടുമാറിയിട്ടില്ല. ഗൾഫ് രാജ്യങ്ങളിൽ കുടുങ്ങിയ ആളുകളെ ഉടൻ നാട്ടിലെത്തിക്കാൻ ഇടപെടൽ ഉണ്ടാവണമെന്ന് പ്രവീൺ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഞങ്ങൾ എല്ലാം നോക്കി, പിന്നെ ഞങ്ങളെല്ലാം ഇവിടെ പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ മാക്സിമം ഞങ്ങൾ ഫൈറ്റ് ചെയ്തു. ഒമാൻ തീരത്തിന് സമീപമുണ്ടായിരുന്ന കപ്പലിലേക്ക് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിനിരയായി സഹപ്രവർത്തകൻ കൊല്ലപ്പെട്ടതിന്റെ നടുക്കത്തിലാണ് പ്രവീൺ. നാട്ടിലെത്തിയിട്ടും കൺമുന്നിൽ നടന്ന സംഭവങ്ങൾ മായാതെ നിൽക്കുകയാണ്. മാർച്ച് 1 രാവിലെ 11ഓടെയാണ് ഒമാൻ തീരത്ത് വെച്ച് ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായത്. ഒരു ശബ്ദം കേട്ട്, ശബ്ദം എന്ന് പറഞ്ഞാൽ ആർക്കും അത് ബിലീവ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഒരു ശബ്ദം ഉണ്ടാവുന്നുണ്ട്. ശബ്ദം ഉണ്ടായി ഞങ്ങളതിനെപ്പറ്റി വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളത് ഓൾറെഡി ഫയർ ആയിട്ടുണ്ടായിരുന്നു. ഫയർ ആയി കഴിഞ്ഞ് ഞങ്ങളത് ഇതാക്കി കൺട്രോൾ ചെയ്ത്. അപ്പോൾ അതിൽ ഞങ്ങളെ കൂട്ടുള്ളൊരു പ്രവർത്തകന് ഞങ്ങളെ വിട്ടുപോയി. സ്ലോട്ട്ലൻഡ് ആസ്ഥാനമായുള്ള വി-ഷിപ്പ് ചരക്ക് കപ്പലിൽ ഫിറ്ററായാണ് പ്രവീൺ ജോലി ചെയ്യുന്നത്. അമേരിക്കയിൽ നിന്ന് സൗദിയിലേക്കുള്ള യാത്രക്കിടെയാണ് ഇവർക്ക് യുദ്ധത്തിന്റെ സൂചന ലഭിച്ചത്. തുടർന്ന് യാത്ര അവസാനിപ്പിച്ച് വിശ്രമിക്കുന്നതിനിടെയായിരുന്നു കപ്പലിലേക്ക് ഇറാന്റെ മിസൈൽ ആക്രമണം. ഇന്ത്യക്കാർ ഉൾപ്പെടെ 16 പേരുള്ള കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഗുജറാത്ത് സ്വദേശി ദീക്ഷിത് സോളങ്കിയുടെ ജീവൻ പൊലിഞ്ഞു. ഷിപ്പിംഗ് കമ്പനി കൃത്യമായി ഇടപെട്ടതുകൊണ്ടാണ് ബാക്കിയുള്ളവർക്ക് സ്വന്തം നാട്ടിൽ എത്താൻ സാധിച്ചത്. പിന്നെ ഒരു നിവൃത്തിയില്ല ഞങ്ങൾക്ക്. ആ നിവൃത്തിയോട് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ് എന്തായാലും ഇനിയിപ്പോൾ അബാൻഡൻ ഷിപ്പ് ചെയ്യേണ്ടി വരും. അതിൽ ക്യാപ്റ്റന്, ചീഫ് എഞ്ചിനീയർ എല്ലാവരും അതിൻ്റെ വേണ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ഞങ്ങൾ സേഫായിട്ട് ഇവിടെ ബാക്കിയുള്ളവർ എല്ലാവരും എത്തിയിട്ടുണ്ട്. അത് കമ്പനി അതിന് വേണ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. വിമാനമാർഗം ഒമാനിൽ നിന്നും മുംബൈയിലെത്തിയ പ്രവീൺ ഇന്നലെ വൈകിട്ടോടെ നാട്ടിലെത്തി. പ്രവീണിനെ കൂടാതെ 2 മലയാളികളും കപ്പലിൽ ജീവനക്കാരായുണ്ടായിരുന്നു. സുരക്ഷിതമായി നാട്ടിലെത്തിയതിന്റെ ആശ്വാസത്തിലും പ്രിയ സുഹൃത്തിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ തീരാ ദുഃഖത്തിലുമാണ് പ്രവീൺ. ന്യൂസ് മലയാളം, കോഴിക്കോട്.